ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ വിജിആർ. മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മുടെ പരീക്ഷ അങ്ങോട്ട് അടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കിഡിലൻ ക്വസ്റ്റ്യൻസ്, ഒന്ന് രണ്ട് മൂന്ന് കിഡിലൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരൊറ്റ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താം. ഇറ്റ്സ് മീ വിജിആർ. അപ്പോൾ നമ്മൾ ക്ലാസ് കാണുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ടോ, ഒന്ന് ലൈക്ക് ചെയ്തേ, പെട്ടെന്നൊന്ന് ലൈക്ക് ചെയ്തേ. യെസ്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും താഴെ ക്ലാസ്സിൻ്റെ അടിയിൽ ഫീഡ്ബാക്ക് ഇടാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മൾ ക്ലാസ് എക്സാമൊക്കെ കഴിഞ്ഞിട്ട് സാറോട് എന്ത് ചെയ്യണം, എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷകൾ എന്നുള്ളതൊക്കെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഐ.ഡിയിൽ സാറോട് പറയണം കേട്ടോ. അതായത് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ, നിങ്ങൾ എങ്ങനെ പരീക്ഷ എഴുതി എന്നുള്ള കാര്യങ്ങളൊക്കെ സാറോട് നേരിട്ട് തന്നെ പറയുക. ഞാൻ ഉറപ്പായിട്ടും മെസ്സേജിൻ്റെ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഈ ചോദ്യം നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. പക്ഷേ ഈ ചോദ്യം കണ്ടിട്ട് നിങ്ങൾ ഈ ഒരു സംഭവം ഫുൾ മാർക്ക് കിട്ടുമോ എന്നുള്ള ഒരു സംഭവത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ച് വെച്ചോ. ഈ ചോദ്യം നിങ്ങൾ കഴിഞ്ഞ കൊല്ലങ്ങളിൽ, മീൻസ് കഴിഞ്ഞ ഓണപ്പരീക്ഷയ്ക്ക് ഈ ചോദ്യം സെയിം സാധനം ഉണ്ടായിരുന്നു. അതേ ചാപ്റ്റർ, ഈ ഫസ്റ്റ് പോർഷൻസ് ഉള്ള കുറേ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ ഒരൊറ്റ ക്ലാസ്. അപ്പോൾ ഫുൾ മാർക്ക് നേടണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. കാരണം ഓരോ ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് കാണാം. ചോദ്യം ഞാനൊന്ന് വേഗം വായിക്കാം, സമയം കളയാനില്ല നമുക്കല്ലേ. കണ്ടോ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കേ. 2 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം 1400 തുക 81 ഇവരുടെ ഓരോന്നിൻ്റെയും തൊട്ടടുത്ത എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം ചോദിച്ചേ അല്ലേ. ആ ഗുണനഫലം, ആ സംഖ്യകൾ ഏതെന്നൊന്നും ചോദിച്ചിട്ടില്ല, ആ തൊട്ടടുത്ത സംഖ്യകളുടെ ഗുണനഫലം ഏതെന്നാണ് ചോദിച്ചത്. ഇവിടെ ചോദ്യം കൃത്യമാണ്. ഇവിടെ ശ്രദ്ധിച്ച് കേട്ടിരുന്നു. 2 എണ്ണൽ സംഖ്യകളാണ് ഇവിടെ കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. സംഖ്യകൾ, അപ്പം നമ്പേഴ്സ് നമ്മൾ എന്തായിട്ട് എടുക്കാം? നമ്പേഴ്സ്, അതായത് സംഖ്യകളെ നമുക്ക് എന്ത് വിളിക്കാം? ആദ്യത്തെ സംഖ്യനെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം അല്ലേ. കണക്കിൽ നമുക്ക് അറിയാത്ത ഒരു സംഖ്യനെ നമ്മൾ എന്താണ് വിളിക്കുക? എക്സ്. അതുപോലെ അടുത്ത സംഖ്യ എന്ന് പറയുമ്പം ആ ഒരു എണ്ണൽ സംഖ്യ കഴിഞ്ഞിട്ട് 2 എണ്ണൽ സംഖ്യ ഉണ്ടെന്ന് പ്രത്യേകം പറയുന്നുണ്ടല്ലോ. അടുത്ത എണ്ണൽ സംഖ്യ നമുക്ക് വൈ എന്ന് വിളിക്കാം. അപ്പോൾ ആദ്യത്തെ എണ്ണൽ സംഖ്യ നാച്ചുറൽ നമ്പറിനെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. അടുത്ത എണ്ണൽ സംഖ്യ നാച്ചുറൽ നമ്പറിനെ നമുക്ക് എന്ത് വിളിക്കാം? വൈ എന്ന് വിളിക്കാം. ഇവിടെ കൃത്യമായിട്ട് ഇവർ പറയുന്നുണ്ടടാ. എന്താ പറയുന്നത്? ഗുണനഫലം 1400. ആ 1400 എന്ന് പറയുമ്പം ഗുണനഫലമാണ്. അപ്പം ആ 2 സംഖ്യകൾ കൂടെ ഗുണിച്ചാൽ 1400 കിട്ടണം. അപ്പം എക്സ് ഇൻറ്റു, നമുക്ക് നോക്കി നോക്കാം, എക്സ് ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു 1400. അതുപോലെ ഒരു സാധനം, അതായത് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാലാണ് 1400. അതാണ് നമ്മൾ എക്സ് ഇൻറ്റു വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 1400 കൊടുത്തു. ഇവിടെ ഒരൊറ്റ സാധനം കൂടെ ഉണ്ട്, തുക 81 ആൻഡ് ദ സം ഈസ് 81. സം എങ്ങനെയാണ് നമ്മൾ എഴുതുക? സം എന്ന് പറഞ്ഞാൽ ആ 2 സംഖ്യകൾ, ആദ്യത്തെ സംഖ്യ എക്സും രണ്ടാമത്തെ സംഖ്യ വൈയുമാണെങ്കിൽ സമ്മ് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക? എക്സ് കൂട്ടണം വൈ, ദാറ്റ് ഈസ് എത്രയാടാ സമ്മ്? 81. ഇതാണ് സംഭവം. കാര്യങ്ങൾ മനസ്സിലായോ? ഗുണിച്ച് കഴിഞ്ഞാൽ 1400 പറയുമ്പോൾ എക്സ് ഇൻറ്റു വൈ 1400, കൂട്ടിക്കഴിഞ്ഞാൽ 81 എന്ന് പറയുമ്പോൾ ആ എക്സും വൈയും കൂട്ടി 81. ഒരേ പൊളി. അങ്ങനെയാണെങ്കിൽ ഇവയുടെ ഓരോന്നിൻ്റെയും അടുത്ത നെക്സ്റ്റ് നമ്പർ, അതായത് ചോദ്യം നോക്ക്, വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ നെക്സ്റ്റ് ടു ഈച്ച് പറഞ്ഞാൽ ഈ എക്സ് എന്ന് പറയുന്ന എണ്ണൽ സംഖ്യയുടെ നെക്സ്റ്റ് നമ്പർ ഏതായിരിക്കും? ഒരൊന്ന് കൂടിയാൽ മതി അല്ലേ. ഓരോ എണ്ണൽ സംഖ്യ നാച്ചുറൽ നമ്പർ കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. അപ്പം നെക്സ്റ്റ് നമ്പർ കിട്ടണമെങ്കിൽ എക്സിൻ്റെ ഏറ്റവും നെക്സ്റ്റ് നമ്പർ, എക്സിൻ്റെ അടുത്തുള്ള നമ്പർ, ദാറ്റ് ഈസ് എക്സ് കൂട്ടണം 1. തെറ്റല്ലേ? യെസ്. അതുപോലെ തന്നെ വൈൻ്റെ ഏറ്റവും അടുത്തുള്ള നമ്പർ വൈ കൂട്ടണം 1. അതാണ് ഐഡിയ. അപ്പോൾ അടുത്ത നമ്പർ എന്ന് പറയുമ്പം ഒരൊന്ന് കൂട്ടി കൊടുക്കുക എന്നുള്ളൊരു ഐഡിയ നിങ്ങളുടെ തലൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇവയുടെ പ്രൊഡക്റ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവയുടെ ഗുണനഫലം എന്ന് പറയുമ്പം ഈ 2 സംഖ്യകൾ എന്ത് ചെയ്യണം? ഗുണിക്കണം. ഞാനൊന്ന് ഗുണിച്ച് കാണിച്ചു തരാം കേട്ടോ. ആദ്യത്തെ സംഖ്യ നിങ്ങൾക്കറിയാം, എക്സിൻ്റെ അടുത്ത സംഖ്യ x+1 ആണ് അല്ലേ. യെസ്. അതിന് പോലെ തന്നെ വൈൻ്റെ അടുത്ത സംഖ്യ ഏതാണ്? y+1 ആണ്. 2 സംഖ്യകൾ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതെന്തിനാ പിന്നെ എഴുതി വെച്ചാൽ ഇത് ഹിൻ്റാണ് കേട്ടോ. ഈ 2 സാധനങ്ങൾ ഹിൻ്റാണ്. ഹിൻ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇവിടെ വാ കുഞ്ഞോളെ അങ്ങോട്ട് വാ, പറഞ്ഞുതരാം. എക്സും വൈയും കൂടെ ചെയ്യുക. അപ്പം എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, കണ്ടോ? അത് ചേർന്ന് നിൽക്കും. അതുപോലെ എക്സ് ഇൻറ്റു 1 അപ്പം എക്സ്. അപ്പം ഏത് നമ്പർ 1 കൊണ്ട് ഗുണിച്ചാലും ആ നമ്പറാണ് കിട്ടുക. അപ്പം എക്സ് ഇൻറ്റു 1 എക്സ്. അതുപോലെ അടുത്ത് 1 കൊണ്ട് ചെയ്യും, 1 ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 വൈ. റെഡിയാണല്ലോ. അടുത്ത് 1 ഇൻറ്റു 1
1. ഇതുവരെ റെഡിയാണ് അല്ലടാ, ഇതുവരെ റെഡി ആണല്ലോ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ദേ അടുത്ത ഉത്തരത്തിലേക്ക് വരാൻ വേണ്ടി പോവാണ്. ഇവിടെ ഓൾറെഡി എക്സ് ഇൻറ്റു വൈ എത്രയാണെന്ന് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ടടാ. നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ 1400. എക്സ് വൈക്ക് പകരം നമുക്ക് എത്ര കൊടുക്കാം? ഇവിടെ ഇതിന് പകരം 1400 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അടുത്തൊരു പുള്ളി കൂടെ ഉണ്ട്. എക്സ് പ്ലസ് വൈ, ഈ രണ്ട് പുള്ളീനെ കൂടി പിടിച്ചോ. ആ എക്സ് പ്ലസ് വൈ ഇവിടെ ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. അത് 81. ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 81. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് പകരം നമ്മൾ കൊടുക്കുക 81. ദേ ഇവിടെ ഒരു 1 കൂടെ ഉണ്ട്, ചേർക്കാൻ മറക്കല്ലേ. ഒന്ന് ലൈക്ക് ചെയ്ത് കേട്ടോ. ദേ നമ്മുടെ ഉത്തരം 1482. ഇതൊക്കെ ഒന്ന് കൂട്ടി വയ്ക്കുക. അപ്പോൾ ആൻസർ കിട്ടും കേട്ടോ. ഞാൻ കൂട്ടാനും നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയരുത് കേട്ടോ. ഓക്കെ, ഇതാണ് ആ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഒരു ചോദ്യം കൂടെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ആ ചോദ്യം കൂടെ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ആ ചാപ്റ്റർ, അതായത് ഫസ്റ്റ് പോർഷനിൽ നിന്ന് ഈ പഠിച്ചാലല്ലേ നിങ്ങൾക്ക് ഫുള്ള് മാർക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഫസ്റ്റ് പോർഷനിൽ നിന്ന് ഓരോ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പെറുക്കി കൊണ്ട് തരുന്നത് കേട്ടോ. കണ്ടോ, ഇതാണ് ക്വസ്റ്റ്യൻ. വേഗം ഒന്ന് ക്വസ്റ്റ്യൻ ആലോചിച്ചോ. നേരത്തെ സെയിം ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കേണ്ട. കുഞ്ഞി മാറ്റമുണ്ട്. ആ കുഞ്ഞി മാറ്റം പഠിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത പഠിക്കാം കേട്ടോ. അപ്പോൾ ചോദ്യം നോക്കാം. ഇവിടെ 2 ഒറ്റ സംഖ്യകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒറ്റ സംഖ്യ ആയാലും ഇരട്ട സംഖ്യ ആയാലും എന്ത് തരം നമ്പേഴ്സ് ആണെങ്കിലും ആ നമ്പറുകൾ നമുക്ക് എന്തെടുക്കാം? സംഖ്യകൾ. ആദ്യത്തെ സംഖ്യ നമ്പേഴ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ആദ്യത്തെ സംഖ്യനെ എക്സ് എന്താ വിളിക്കാം? എക്സ് എന്ന് വിളിക്കാം. അടുത്ത ഓഡ് നമ്പറിനെ നമുക്ക് എന്ത് വിളിക്കാം? വൈ എന്ന് വിളിക്കാം. ഇതൊക്കെ ഓഡ് നമ്പേഴ്സ് ആണ് കേട്ടോ. ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. എന്താ സംഭവം ചോദിച്ചാൽ പറഞ്ഞുതരാം. ഗുണനഫലം 621 ആൻഡ് ദർ പ്രൊഡക്റ്റ് ഈസ് 621. അപ്പോൾ അതെങ്ങനെ എഴുതുക? നേരത്തെ മാതിരി എക്സ് ഇൻറ്റു വൈ 621. അതുപോലെ തന്നെ തുക 51, സമ്മ് 51 അല്ല 50. ആ 50 എന്ന് പറഞ്ഞാൽ സമ്മ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സും വൈയും കൂട്ടുക. ദേ എക്സ് പ്ലസ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 50. ഈ സാധനം അവിടെ എടുത്ത് വെച്ചേക്കാം. നമുക്ക് ആവശ്യം വരും കേട്ടോ. ഓക്കെ, അവിടെ എടുത്ത് വെച്ചേക്കാം. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ നോക്ക്. ഓരോ ഒറ്റ സംഖ്യയുടെയും തൊട്ടടുത്തുള്ള ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം. അവിടെ തൊട്ടടുത്തുള്ള ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ ഓഡ് നമ്പേഴ്സ് ടു നെക്സ്റ്റ് ഓഡ് നമ്പർ എത്ര ആയിരിക്കും? നെക്സ്റ്റ് ഓഡ് നമ്പർ, നെക്സ്റ്റ് ഒറ്റ സംഖ്യ, അടുത്ത ഒറ്റ സംഖ്യ എന്ന് നമ്മൾ പറയും. ഒന്ന് ആലോചിച്ചിട്ട് പറയണേ. ആ ആദ്യത്തെ ഒറ്റ സംഖ്യ ഓഡ് നമ്പറിൻ്റെ എക്സ് ആണെങ്കിൽ അതിൻ്റെ അടുത്തുള്ള ഓഡ് നമ്പർ എത്ര ആയിരിക്കണം? ഒന്ന് ആലോചിച്ച് നോക്ക്. 3 കഴിഞ്ഞാൽ 5 അല്ലേ വരുന്നത് ഓഡ് നമ്പർ? 5 കഴിഞ്ഞാൽ 7 അല്ലേ വരുന്നത്? 2 കൂടിയാണ് എപ്പോഴും അടുത്ത ഓഡ് നമ്പർ ഒറ്റ സംഖ്യയിലേക്ക് എത്തുക അല്ലേ? അപ്പോൾ 2 കൂടി എത്തുക എന്ന് പറയുമ്പം ആദ്യത്തെ ഓഡ് നമ്പർ എക്സ് ആണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ളത് എക്സ് പ്ലസ് 2 ആയിരിക്കും. ആദ്യത്തെ ഓഡ് നമ്പർ വൈ ആണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ഓഡ് നമ്പർ വൈ പ്ലസ് 2 ആയിരിക്കും. അപ്പോൾ ഈ 2 സംഖ്യകളാണ് നെക്സ്റ്റ് ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകൾ, തൊട്ടടുത്തുള്ള ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം എന്ത് എന്നാണ് ഇവിടെ ചോദിച്ചത്. പ്രൊഡക്റ്റ് എന്ത് എന്ന് ഇവിടെ വൃത്തിക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഗുണനഫലം എന്തെന്ന് ചോദിച്ചാൽ ആ നെക്സ്റ്റ് ഓഡ് നമ്പേഴ്സ് ചെയ്ത് വൈ അല്ലെ എക്സ് പ്ലസ് 2 വൈ പ്ലസ് 2. ഒന്ന് നേരത്തെ മതി നമ്മളെ സുയി എടുക്കുക കണ്ടോ, അപ്പോൾ എക്സ് ഇൻറ്റു വൈ എക്സ് വൈ എക്സ് ഇൻറ്റു 2 2x കണ്ടോ, 2x ആ വരിക കേട്ടോ. എക്സ് ഇൻറ്റു 2 ആണ്, അതുകൊണ്ട് 2x. 2 ഇൻറ്റു വൈ 2y. അതുപോലെ 2 ഇൻറ്റു 2. അപ്പോൾ ഓരോന്നും ഓരോ ബ്രാക്കറ്റിലുള്ള 2 പേരോട് ചെയ്യുക, അടുത്ത ബ്രാക്കറ്റിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ 2 ഇൻറ്റു 2 4. ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇവിടെ എക്സ് വൈയും അതുപോലെ എക്സ് പ്ലസ് വൈയും മാത്രമേ നമുക്കുള്ളൂ അല്ലേ. ഇവിടെ 2 സ്ഥലത്ത് ഒരു ആളെ കണ്ടങ്ങൾ 2നെ എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടുള്ള ആ 2നെ എടുത്ത് പുറത്തേക്ക് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരേ പുള്ളി സെറ്റാകും. അപ്പോൾ ഞാനൊന്ന് എഴുതുന്നത് കാണിച്ചു തരാം. എക്സ് വൈ പ്ലസ് ആ ഒരു 2ന് എന്ത് ചെയ്യാം നമുക്ക്? ഔട്ട്സൈഡ്. കാരണം ആ 2ലും എക്സിനും വൈനും ഔട്ട്സൈഡ്. എന്തിനാ കാര്യം പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ പുറത്ത് വരും. ഈ എക്സ് എവിടെ വരും? ഈ എക്സ് ഉള്ളിൽ, വൈ അതുപോലെ തന്നെ ഉള്ളിൽ വരും കേട്ടോ. ഓക്കെ, പ്ലസ് 4. നമുക്ക് ഇനി ഹിൻഡ് കൊണ്ടുവരാം. നോക്ക്, എക്സും വൈയും ഗുണിച്ചാൽ എത്രയാണെന്ന് ഇവിടെ പറയുന്നുണ്ട് 621. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഇതിന് പകരം 621 ദാറ്റ് ഈസ് 621 പ്ലസ് 2 ഇൻറ്റു ഇതിന് പകരം എക്സ് പ്ലസ് വൈക്ക് പകരം ആര് കൊടുക്ക് കണ്ടോ, എക്സ് പ്ലസ് വൈ ദാറ്റ് ഈസ് 50. അപ്പോൾ ഇതിന് പകരം 50. ഇവിടെ ഇൻറ്റു ഉണ്ടാവും കേട്ടോ. 2 ഇൻറ്റു 50 പ്ലസ് 4. കഴിഞ്ഞോടാ,
കഴിഞ്ഞില്ല രാമ, ഒന്നും കൂടെ ഉണ്ട് ബാക്കി എന്ന് പറഞ്ഞാൽ ബാബാ ഇവിടെ പറഞ്ഞുതരാം. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇതാ കണ്ട 621 ഇതാ 2 × 50 250 എത്രയാടാ? 100 100 + 4 ദാറ്റ് ഈസ് 721 ഒരു 4 725. ഇത് കൂട്ടിയേ ചെയ്ത് കേട്ടോ. ഇത് 3 കൂടെ കൂട്ടിയാൽ 725 കിട്ടും. ഗുണിച്ചിട്ട് കൂട്ടുക, മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൂട്ടാം കേട്ടോ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞു. നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. ആ സെക്ഷൻ പഠിച്ചാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെ കൊണ്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ട് ഏതാണ് ചോദ്യം എന്ന് നോക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ മക്കളെ, പഠിച്ചു വെച്ചോ. നമ്മുടെ 1ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് പഠിച്ചു വെക്കണം. കാരണം ഈ ചോദ്യങ്ങളുടെ ഫസ്റ്റ് പോർഷനിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേസ് ഓഫ് ഇക്വേഷൻസ് കൊല്ലങ്ങളായിട്ട് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് പഠിച്ചു വെക്കണം കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്ന് പഠിക്കട്ടോ. ഓക്കെ, അപ്പോൾ മുഴുവനായിട്ട് കണ്ടേ. ഇനി ലൈക്ക് ചെയ്യാത്തവരൊന്ന് പെട്ടെന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ എന്താ? ഒരു സംഖ്യയുടെ 4 മടങ്ങും. ഇത് പേസ് ഓഫ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് സമവാക്യ ജോഡികൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്റർ. ഒരു സംഖ്യയുടെ 4 മടങ്ങും മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങും കൂട്ടിയപ്പോൾ, ഇവിടെ 2 സംഖ്യകളാണ് ഇവിടെയും ഹീറോസ് കേട്ടോ. സംഖ്യകൾ, നമ്പേഴ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? സംഖ്യകളെ നമുക്ക് എന്ത് വിളിക്കാം? ആദ്യത്തെ സംഖ്യയെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം, അടുത്ത സംഖ്യയെ നമുക്ക് വൈ എന്ന് വിളിക്കാം അല്ലേ. ഇനി ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം നമ്മൾ 2 ഇക്വേഷൻസ് ഫോം ചെയ്തിട്ടാണ് പരിപാടി ഉണ്ടാക്കുന്നത് കേട്ടോ. ഓക്കെ, നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ടിരുന്നോ. ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് വരുന്നത് നോക്കണം. ഒരു സംഖ്യയുടെ 4 മടങ്ങും മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങും കൂട്ടിയപ്പോൾ 43 കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതവിടെ 4 ടൈംസ് എ നമ്പർ. അപ്പോൾ 4 ടൈംസ് എ നമ്പർ എന്ന് പറയുമ്പം ഈ എക്സിൻ്റെ മൂട്ടിൽ 4 കൊടുത്താൽ മതി. അപ്പോൾ 4 ടൈം ആവും കേട്ടോ. 4x 4 മടങ്ങായി. എക്സിൻ്റെ ബാക്കിൽ ഏത് നമ്പർ കൊടുക്കുന്നുവോ അത്രയും മടങ്ങാവും. ഓക്കെ, അതുപോലെ ആ സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങ്. നമുക്കറിയാലോ മറ്റൊരു സംഖ്യ ഏതാണ്? വൈ എന്ന് പറഞ്ഞ സംഖ്യയാണ്. ആ വൈ എന്ന് പറഞ്ഞ സംഖ്യയുടെ 3 മടങ്ങ് 3 ടൈംസ് എന്നിവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് 3 ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3y. അത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ, അപ്പം ആഡ് ചെയ്തപ്പോൾ 43 കിട്ടി. ഈക്വൽ ടു 43 കിട്ടി എന്ന് പറയുന്ന സംഖ്യ അപ്പുറത്ത് ചെയ്താൽ സെറ്റല്ലേ? അതാ പരിപാടി. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. റെഡിയാണോ? ഇതുപോലൊരു ഇക്വേഷൻ നിങ്ങൾ ഇക്വേഷൻ സമവാക്യം ഒന്നും കൂടെ ഉണ്ടാക്കുക. അതായത് അതുപോലെ ഉണ്ട് ഒരു സാധനം കൂടെ നോക്ക്. ആദ്യത്തെ സംഖ്യയുടെ 3 മടങ്ങിൽ നിന്ന്, ആദ്യത്തെ സംഖ്യ ഏതാണെന്ന് അറിയില്ല, ഫസ്റ്റ് സംഖ്യയുടെ ഏതാണ്? ഫസ്റ്റ് സംഖ്യ ഫ്രം ദ 3 ടൈംസ് ദ ഫസ്റ്റ് ഗീവ്സ് എന്നിവിടെ പറയുന്നുണ്ട്. 3 ടൈംസ് ദ ഫസ്റ്റ് ഗീവ്സ്. അതായത് 3 ടൈംസ് ദ ഫസ്റ്റ് എന്ന് പറയുമ്പം ആ എക്സ് ആണ് നമ്മുടെ ആദ്യത്തെ സംഖ്യ. അതിൻ്റെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3x. ആ 3xൽ നിന്ന് എന്ത് കുറയ്ക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. നോക്ക് മുത്തുമണി ഇങ്ങോട്ട് 3 ടൈംസ് ആൻഡ് അനദർ, അതായത് 2 ടൈംസ് ദ സെക്കൻഡ് നമ്പർ അല്ലേ. എന്താ പറയുന്നത്? ആദ്യത്തെ സംഖ്യയുടെ 3 ടൈംസ് 3 മടങ്ങിൽ നിന്ന് രണ്ടാമത്തെ സംഖ്യയുടെ 2 മടങ്ങ് കുറച്ചപ്പോൾ, രണ്ടാമത്തെ സംഖ്യ ഏതാടാ? രണ്ടാമത്തെ സംഖ്യ വൈ എടുത്ത് ആ വൈന്ന് 2 മടങ്ങ് കുറയ്ക്കാന്ന് പറയുമ്പം 2y കുറച്ചു. നോക്ക്, ആദ്യത്തെ സംഖ്യ എക്സ്, അതിൻ്റെ 3 ടൈംസ് 3x 3 മടങ്ങ്. അതൊന്ന് രണ്ടാമത്തെ സംഖ്യ y, അതിൻ്റെ 2 ടൈംസ് എന്ന് പറഞ്ഞാൽ 2 മടങ്ങ് 2y. അപ്പോൾ ഈക്വൽ ടു എത്ര വരും? ദാറ്റ് ഈസ് എത്ര വരും? 11 കിട്ടും. ഇത് ചെയ്താൽ മതി. ഇത് നിങ്ങൾ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്റർ മുഴുവൻ പഠിക്കുക എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കൊണ്ടുവന്നതും കേട്ടോ. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യാന്ന് ചോദിച്ചാൽ മക്കളെ, ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം ഇവിടെ സെറ്റായിട്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ നോക്ക്, എക്സുകൾ സെയിം ആണോ നോക്ക്. അല്ല, ഒരിടത്ത് 4x ഒരിടത്ത് 3x വന്നാൽ എങ്ങനെ സെയിം ആവുക അല്ലേ? ഇതേ ഇവിടെ 3y 2y ആണ്. അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെയല്ലേ സെയിം ആവുക? അങ്ങനെയൊന്നും സെയിം ആവാത്ത സിറ്റുവേഷൻ വരുന്ന ക്വസ്റ്റ്യനിൽ ഞാൻ നിങ്ങൾക്കൊരു ട്രിക്ക് പറഞ്ഞുതരാം. ദാ കണ്ടോ, നിങ്ങൾ അടുത്ത പേജിൽ ആ ട്രിക്ക് ദാ കണ്ടോ, ഇതാണ് ആ ട്രിക്ക് കാണിച്ചു തരാം. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അറിയാം, ഇവിടെ 4 കണ്ടില്ലേ? ആ 4നെ ഈ 4 കൊണ്ട് എല്ലാം കൊണ്ട് ഗുണിക്കാം. ഈക്വൽ ആക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ 3 കണ്ടില്ലേ? ആ 3ന് മുകളിലുള്ള 3 കൊണ്ട് ഗുണിക്കാം. താഴത്തുള്ളവരെ മുകൾക്ക് കൊടുക്കുക, മുകളിലുള്ളവരെ താഴത്ത് കൊടുക്കുക. അതാണ് ഐഡിയ. നമുക്ക് നോക്കി നോക്കാം അല്ലേ. ഇത് ഇതാ ഓരോന്ന് ചെയ്ത് 3 × 4x 3 4x ചെയ്താൽ എത്രയാടാ? 3 4 ഗുണിച്ചാൽ 12. അപ്പോൾ 12x. ഒന്നുമില്ല, ഞാൻ ചെയ്തെന്താ 3 4 ഗുണിച്ചു, എക്സ് ചേർത്തു.
അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ 3 × 3y ദാറ്റ് ഈസ് 9y. 3 × 43 എടാ 343 എത്ര എടാ 343 3 × 3 129 ആയിരിക്കും കേട്ടോ. അപ്പം അപ്പുറത്ത് 129. അപ്പോൾ ഒന്നാമത്തെ സമവാക്യം മാറിയിട്ട് ആര് വന്നു? തേർഡ് ഇക്വേഷൻ വന്നു. റെഡിയാണോ നിങ്ങൾക്ക്? യെസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്തത് അതുപോലെ തന്നെ പറയണം. 4 × 3x 4 3 12 ആ 12x റെഡി കണ്ടോ? 12x സെയിം വന്നത് മൈനസ് ആണേ നടുക്ക് മൈനസ് കേട്ടോ. ഓക്കെ. 4 × 2y ദാറ്റ് ഈസ് 8y. അതുപോലെ 4 × 11 44 ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 4 കണ്ടോ? ഇനി എന്താ ചെയ്ത് നോക്കണം. ഇവിടെ സെയിം നമ്പർ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ 12x ഇവിടെ 12x സെയിം വന്നാൽ എക്സുകൾ സെയിം വന്നാൽ ഏറ്റവും കൂടുതൽ വൈ ഉള്ളതിന് കുറവ് വൈ ഉള്ള കുറയ്ക്കുക. അതാണ് ഐഡിയ. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ് അത്. എന്നാലും പറഞ്ഞുതരാം. നമുക്ക് എക്സുകൾ സെയിം വന്നു അല്ലേ? ഇതിൽ നിന്ന് എങ്ങനെ എക്സിൻ്റെയും വൈൻ്റെയും വില കാണാം? എക്സുകൾ സെയിം വന്നാൽ നിങ്ങൾ എന്താ ചെയ്യുക? ഏറ്റവും കൂടുതൽ വൈ എവിടെയുള്ളത് നോക്കുക. ഇവിടെ 9y ഉണ്ട്, ഇവിടെ -8y ആണ്. അപ്പോൾ കൂടുതലുള്ളതിൽ നിന്ന് കുറവുള്ളത് കുറയ്ക്കുക. അതാണ് നല്ലത്. അപ്പോൾ മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് നാലാമത്തെ കുറയ്ക്കുക. അതിന് മൂന്നാമത്തെ ഇക്വേഷൻ മൈനസ് നാലാമത്തെ ഇക്വേഷൻ ഒന്ന് കുറച്ച് നോക്കാമല്ലോ നമുക്ക്. അപ്പോൾ ഇതും ക്യാൻസലായി പോകും. കാരണം 12x നിന്ന് 12x കുറച്ചാൽ അത് ക്യാൻസലായി പോകും. ആ ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതാ 9y മൈനസ് ഇതേത് മൈനസ് അറിയോ? ഈ മൈനസ് ആണ് ഞാനിത് ചേർത്തത്. റെഡിയാണോ? അത് കുറയ്ക്കാൻ പറഞ്ഞ മൈനസ്. ഇനി ഒരു കാര്യം കൂടെ ആലോചിച്ചോ. എന്താ ചെയ്തത്? 9y മൈനസ് 8y. അവിടെ ശ്രദ്ധിക്കണേ, ഈ മൈനസ് ഞാൻ ചേർക്കാൻ പോകുന്ന നോക്ക്. -8y ദാറ്റ് ഈസ് ഈക്വൽ ടു 129 മൈനസ് 44. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കണ്ടോ കേട്ടോ. മൈനസും ഈ മൈനസാണ് ഞാൻ മഞ്ഞ കളറിൽ കൊടുത്ത മൈനസാണ് മക്കളെ. ഈ 8ൻ്റെ കൂടെയുള്ള മൈനസാണത്. ഈ പച്ച കളറിൽ കൊടുത്തതാണ് അത് ഓൾറെഡി കുറയ്ക്കാൻ നമ്മൾ കണ്ടുപിടിച്ചതാണ്, നമ്മൾ അത് സോൾവ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ മൈനസും എന്തായി പോവും? പ്ലസ് ആയി പോട്ടെ. അപ്പോൾ 9 അല്ലേ നമുക്ക് എങ്ങനെ കിട്ടിയത്? 9y മൈനസും ഇങ്ങനെ വരുന്നത് എങ്ങനെയാണ് കേട്ടോ. അപ്പോൾ പ്ലസ് 8y ഇത് രണ്ടൊന്ന് കൂട്ടിക്കേ. 129 44 ഇത് കുറയ്ക്കുമ്പോൾ 85 വരും കേട്ടോ. 85 വരും. ആ 85 9y 8y കൂടെ കൂട്ടിയാൽ 17. 9 8 കൂട്ടിയിട്ട് y ഇട്ട് കൊടുത്താൽ മതി. 17y = 85. ഇതേ വൈൻ്റെ വില കിട്ടണമെങ്കിൽ വൈനെ ഒറ്റയ്ക്കാക്കണം. 17നെ പറഞ്ഞയച്ചു. അപ്പോൾ എന്ത് വരും? ദാറ്റ് y ഈസ് ഈക്വൽ ടു 85 ഡിവൈഡഡ് ബൈ 17. y ഈസ് ഈക്വൽ ടു 17. 85ൽ എത്ര 17 ഉണ്ടെന്ന് ചോദിച്ചാൽ ദേ നമ്മുടെ ഉത്തരം ഒരേ പൊളി എന്ന് പറഞ്ഞ കമൻറ്റ് ചെയ്യണം കേട്ടോ മക്കളെ. ദേ നമ്മുടെ ഉത്തരം ഒരേ പൊളി. ആൻസർ 5. y ഈസ് ഈക്വൽ ടു 5. y കിട്ടിയാൽ എക്സിൻ്റെ വില കിട്ടാൻ വേഗം കിട്ടും. അതാ പോയി എടാ മോനെ. യെസ്, ഇതാണ് സാധനം. അപ്പോൾ y കിട്ടിയാൽ എക്സിൻ്റെ വില കിട്ടാൻ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക. ഞാൻ ഇപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ എടുത്തു എന്ന് വിചാരിച്ചോ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ അല്ലേ? ആ ഇക്വേഷൻ എടുക്കുക. 4x 3y ഒക്കെ ഉള്ള ഇക്വേഷൻ. 4x 3y = എത്ര വരിക? 43. ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ ഈ വൈൻ്റെ സ്ഥാനത്തായിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 4x + 3 × 5 = 43. ഓക്കെ, 3 × 5 ചെയ്തിട്ടേ എന്തെങ്കിലും പണിക്ക് നിൽക്കാം കേട്ടോ. 4x + 3 × 5 15 = 43. ഒരാൾ ഒറ്റയ്ക്കാക്കി നിർത്ത്. +15 ഇങ്ങോട്ട് പോയി -15 ആകും. അപ്പോൾ 4x = 43 - 15. റെഡിയാണോ? അപ്പോൾ 4x = ഇത് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 28 കിട്ടും. അപ്പോൾ എക്സ് കിട്ടണമെങ്കിൽ ഈ 4നെ ഇവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞയച്ചാൽ മതി. ദേ നമ്മുടെ ഉത്തരം x = 28/4. ഒരേ പൊളി. ആൻസർ എത്ര വരും? പറ 7 വരും. സെറ്റാണോ നിങ്ങൾ പറ. ആൻസർ 7 വരും. എക്സിൻ്റെ വില ഇവിടെ കിട്ടി. വൈൻ്റെ വില എക്സിൻ്റെ വില ഇതാണ് അല്ലേ? അതുപോലെ തന്നെ വൈൻ്റെ വില പറഞ്ഞേ 5. അപ്പോൾ x = 7, y = 5. നമ്മുടെ ഉത്തരം, നമ്മുടെ ഫുൾ മാർക്ക്. ഒരേ പൊളി സെറ്റ്. ഇത് പഠിക്കാണ്ട് പോയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നഷ്ടം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഇതിൽ വരുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്ത ക്ലാസ്സൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും നിങ്ങൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ഐഡിയയിൽ സാറോട് പറയണം എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ എന്നുള്ളത്. കാരണം നിങ്ങളുടെ മെസ്സേജുകളും നിങ്ങളുടെ ഫീഡ്ബാക്കുകളും നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കണ്ട് കേട്ടിട്ടാണ് നമ്മൾ വീണ്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്
തരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു മോട്ടിവേഷനാണ് നിങ്ങളുടെ എല്ലാ തരം കമൻസുകളും. താഴെയും കമൻസ് ഇടണം, ലൈക്കും കൂടെ ചെയ്ത് വെക്കുക. ആദ്യം തന്നെ ലൈക്ക് അടിച്ച് കയറ്റ്. അതുപോലെ തന്നെ നിങ്ങൾ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്നു, സാറോട് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് സാറോട് പറയാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു ദിവസം കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ VGR സൈനിങ് ഓഫ്. ബൈ.